യഗ്ദ്രാസിലാണ് പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ട്. ദേവന്മാരുടെയും മനുഷ്യരുടെയും രാക്ഷസരുടെയും കുള്ളന്മാരുടെയും മീതെ അതിന്റെ ശാഖകൾ വിതർത്തു നിന്നു. എല്ലാറ്റിനും അത് അഭയം നൽകി. നിയൽഹെയിമിന്റെ ആഴത്തിലേക്ക് തുളച്ചുകുഴഞ്ഞിറങ്ങുന്ന അതിന്റെ ഒരു വേരിനടിയിലാണ് കൂറ്റനണ്ടാവിൽ വെള്ളം തിളച്ചിരുമ്പുന്ന മാതിരി ശബ്ദം പുറപ്പെടുപ്പിക്കുന്ന ഹെർഗൽമിർ ഉറവ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരുന്ന് നിത്ഹോർഗ് വേതാളം മൃതശരീരങ്ങൾ കെടിച്ചു കീറി ഭക്ഷിക്കുന്നു. ഓരോ തവണ വായു നിറയുമ്പോഴും രാത്തത്തോസിക്ക് അണ്ണാർക്കണനെ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് ധൃതിപ്പെടുത്തി അയച്ചുകൊണ്ടേയിരുന്നു. പുരികക്കുടിയിൽ ഒരു പരുന്തിനെ ഇരുത്തിയിരിക്കുന്ന ഉത്തുംഗ ശാഖയിലെ കഴുകനെ അധിക്ഷേപിക്കാനാണ് വേതാളം ഇത് ചെയ്യുന്നത്. മരിച്ചവരെ ഭക്ഷിച്ചതുകൊണ്ട് മാത്രം നിത്ഹോർഗ് സംതൃപ്തനായില്ല. അവനും അവന്റെ ഹീന സംഘവും യഗ്ദ്രാസിലിന്റെ വേര് കരണ്ടുകൊണ്ടിരിക്കുന്നു. ദൃഢമായതിനെ ശിഥിലമാക്കുവാനും ശാശ്വതമായതിനെ കടപുഴകുവാനുമുള്ള ലക്ഷ്യത്തോടെ. മറ്റ് ജീവികളും ഈ ജീവവൃക്ഷത്തെ ആക്രമിച്ച് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. 4 കലമാരകൾ ഇതിന്റെ പതുതലങ്ങൾ കടിച്ചു തിന്നു. കോലാടുകൾ പുതുമുളകൾ വലിച്ചു ചീന്തുന്നു. വലിപ്പമേറിയ തായ്തടിയുടെ പുറന്തോൽ പല ഭാഗത്തും പൊളിഞ്ഞു കിടക്കുന്നു. പല ഭാഗങ്ങളും ബലമില്ലാത്തായി ഞെങ്ങുന്നതും ചീഞ്ഞ നിലയിലുമാണ്. യഗ്ദ്രാസിൽ അതീവ രഹസ്യമായി എന്തോ പറയുകയാണ്. ഉഗ്രവ്യതയിൽ ഞെരുങ്ങുകയാണ്. രണ്ടാമതൊരു വേര് അസ്ഗാഡിലേക്ക് നീണ്ടെഴുന്നറിങ്ങിപ്പോകുന്നു. ദേവന്മാർ ദിവസേന ഒത്തുകൂടി നീതിന്യായ വിചാരം നടത്തുന്ന വിധിയുടെ ഉറവയായ ഊർദ് ഈ വേരിനടിയിലൂടെ ഒഴുകുന്നു. വിധി, പൂർണ്ണം, ആവശ്യകത എന്നീ 3 വസ്തുതകൾ ഇതിന് സമീപം വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം ആദ്യം രൂപപ്പെടുന്നത് ഇവരാണ്. നിത്യേന അവർക്ക് യഗ്ദ്രാസിലിന്റെ ശാഖകളിൽ വെള്ളം തെളിച്ച് ദുരിതമനുഭവിക്കുന്ന ആ വൃക്ഷത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 3-ാം വേര് ഹിമരാക്ഷസന്മാരുടെ ആവാസ പ്രദേശമായ യോട്ടുൻഹൈമിലേക്ക് തുരന്നിറങ്ങി പോകുന്നു. അതിനടിയിലാണ് ജ്ഞാനിയായ മിനിർ കാത്ത് സംരക്ഷിക്കുന്ന കുമിളിക്സ്വിജ് മുന്തുങ്ങുന്ന ഉറവയുള്ളത്. ഈ ഉറവിലെ ജലം കുടിക്കുന്നവന് അന്തർജ്ഞാനത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. ജീവനുള്ള എല്ലാറ്റിനെയും റാഗ്നറോറിലേക്ക് വിളിച്ചു ചേർക്കുന്ന ദിനം വരെ ഹെയ്മദാൾ ദേവന്റെ ക്രന്ദന കാഹളം കാത്തുവെച്ചിരിക്കുന്നതും ഇവിടെയാണ്. ഓഡിൻ ഈ ഉറവിൽ നിന്ന് ഒരു കവിൾ കുടിക്കുന്നതിന് തന്റെ ഒരു കണ്ണ് കൊടുത്തു. അതോടെ അദ്ദേഹം അപാരജ്ഞാനവും അടങ്ങാത്ത ജ്ഞാനതൃഷ്ണയും നേടി. ആ ശൂരൻ ഏകനായ യഗ്ദ്രാസിലെത്തി. ഓഡിൻ പറഞ്ഞു, കാറ്റു ചുഴിച്ചെറിഞ്ഞ ആ വൃക്ഷത്തിൽ നീണ്ട 9 രാത്രികളായി ഞാൻ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു കുന്തത്തിൽ ഞാൻ കുത്തിക്കീറപ്പെട്ടു. ഞാൻ ഓഡിൻ എന്നെ അർപ്പിച്ചിരുന്നു. ഞാൻ എന്നെ തന്നെ എനിക്ക് അർപ്പിച്ചിരിക്കുന്നു. ആ പ്രാചീന വൃക്ഷത്തിന്റെ വേരുകളെ ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇനിയും ആർക്കും അറിയുവാനുമില്ല. എന്റെ വിശപ്പ് ശമിപ്പിക്കുവാൻ അപ്പവുമായി ആരും വന്നിട്ടില്ല. എനിക്ക് പുതുബലം നൽകുവാൻ ഒരു കൊമ്പിൽ നിന്നും ആരും എന്നെ കുടിപ്പിച്ചുമില്ല. പാതാള ലോകങ്ങളിലേക്ക് ഞാൻ ഉറ്റുനോക്കി. വചനങ്ങളുടെ മാന്ത്രികത ഞാൻ പിടിച്ചെടുത്തു. നിലവിളിയോണി. എന്നിട്ട് ഞാൻ പിറകോട്ട് വീണു. ബോൾത്തോറിന്റെ കീർത്തി കേട്ട പുത്രനിൽ നിന്ന്, ബെസ്റ്റലായുടെ പിതാവിൽ നിന്ന് ഞാൻ 9 ഉഗ്രജാല ശക്തിയുള്ള ഗീതങ്ങൾ പഠിച്ചു. ഓധോറിൽ അണ്ടാവിൽ തേനും ജലവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉത്കൃഷ്ട മധുരലഹരി വാറ്റിയെടുക്കുവാൻ എനിക്കറിയാം. നാൾക്കുനാൾ ഞാൻ പുഷ്ടി പ്രാപിച്ചു. എന്റെ വിവേകം വേരുറച്ചു. ഞാൻ ഫലമണിഞ്ഞ് സാഫല്യത്വത്തിലെത്തി. ഒരു പദം എനിക്ക് അനേക പദങ്ങളുടെ അനന്തവിസ്തൃതി കാട്ടിത്തന്നു. ഒരു കർമ്മം എനിക്ക് അനേക കർമ്മങ്ങൾ നേടിത്തന്നു. ഒരു പുരുഷനെ മറിഞ്ഞുകൂടാത്ത, ഒരു റാണിക്കും വശമില്ലാത്രയും ഏറെ വശീകരണ ശക്തി എന്റെ പക്കലുണ്ട്. അതിലാദ്യത്തേതിനെ ആശ്വാസം എന്ന് വിളിക്കുന്നു. വേദന ശമിപ്പിക്കുവാനും ആശ്വാസമുള്ള ഒരാളിനും രോഗസൗഖ്യത്തിനും അതിന് കഴിയുന്നതാണ്. രണ്ടാമത്തെ ഒരെണ്ണം എനിക്കറിയാം. രോഗചികിത്സ നൽകുവാൻ ആഗ്രഹിക്കുന്നവൻ അതറിയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേതും എനിക്കറിയാം. അങ്ങേയറ്റം മനക്ലേശത്തോടെ എൻ്റെ ശത്രുവിനെ നിഷ്പ്രഭനാക്കണമെന്ന് തോന്നുന്ന പക്ഷം അവൻ്റെ വാളിൻ്റെ വായുതല മൂർച്ചയില്ലാതാക്കുവാനും അവൻ്റെ വടിയുടെ ധൃതത നഷ്ടപ്പെടുവാനും അങ്ങനെ തെല്ലും ക്ഷതമേൽക്കാതിരിക്കുവാനും എനിക്കറിയാം. നാലാമതും എനിക്കറിവുണ്ട്. ആരെങ്കിലും എൻ്റെ കൈകാലുകൾ ബന്ധിച്ചാൽ കെട്ടുകൾ പൊട്ടി കൈകാലുകൾ സ്വതന്ത്രമായി തീരുന്ന ഉഗ്രൻ മാന്ത്രിക വിദ്യയിലൂടെ എനിക്ക് തീരെ പ്രയാസമില്ലാതെ നടക്കുവാനറിയാം. അഞ്ചാമതും എനിക്കറിയാം. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അതിവേഗം പാഞ്ഞു പോകുന്ന ഒരു അമ്പിനെ അത്ര തന്നെ വേഗതയിലായിരുന്നാലും ഞാൻ വിചാരിക്കുന്നിടത്ത് അതിനെ നിശ്ചലമായി നിർത്തുവാനും ഞാൻ എൻ്റെ ദൃഷ്ടി അതിലൊന്ന് പതിപ്പിക്കേ വേണ്ടൂ. ആറാമത് എനിക്കറിയാം. ഏതെങ്കിലും ഒരു വീരൻ കോപം കൊണ്ടെന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു വൃക്ഷത്തൈയുടെ വേരിൽ ആ വിചാരക്രിയ ചെയ്ത് എനിക്ക് നേരെ വിട്ടാൽ അത് അവൻ്റെ തന്നെ നാശത്തിന് കലാശിക്കും. ഏഴാമത് എനിക്കറിയാം.
എൻ്റെ പ്രിയ സ്നേഹിതന്മാരത്തോടുകൂടിയിരിക്കുന്ന സഭാമേൽക്കൂരയിൽ അഗ്നി പടർന്ന് കയറിയാൽ എത്ര ഭീകരമായ ജ്വാലകളെയും ശമിപ്പിക്കുവാൻ എനിക്കാകും. എനിക്കതിനുള്ള മാന്ത്രിക വിദ്യ അറിയാം. എട്ടാമതെന്ന് എനിക്കറിയാം, എല്ലാ മനുഷ്യരെയും അത് ആഗ്രഹിക്കുന്ന ഉദ്ബോധിക്കേണ്ടതാണ്. മനുഷ്യഹൃദയങ്ങളിൽ പക വേരത്താഴയാൻ അതിനെ വേരോടെ പിഴുതെറിയുവാനും എനിക്കാവും. ഒമ്പതാമതും എനിക്കറിയാം, കൊടുങ്കാറ്റിൽ പെട്ടുപോയ എൻ്റെ കപ്പലിനെ എനിക്ക് രക്ഷിക്കണമെങ്കിൽ മല പോലെ ജലവിധാനത്തെ ഉയർത്തുന്ന കാറ്റിനെ അടക്കുവാനും സമുദ്രത്തിനെ ശാന്തമാക്കി നിദ്രയിലാഴ്ത്തുവാനും എനിക്ക് കഴിയും. പത്താമത് എനിക്കറിയാം, വീടിൻ്റെ മച്ചിൻ്റെ മരച്ചട്ടയിലെങ്ങാനും മായാവിരികൾ പറന്നു നടന്നാൽ അവരുടെ പകൽ രൂപം പ്രാപിക്കുവാനാകാത്ത വിധം അവരെ പാട്ടുപാടി ചുഴറ്റി പായിക്കുവാനോ അവരുടെ വസതികളുടെ മുൻവാതിലിലേക്കുള്ള വഴി തെറ്റിച്ചു വിടുവാനോ എനിക്കറിയാം. 11 എനിക്കറിയാം, രാജ്യത്തോട് കൂറുപുലർത്തുന്ന ദീർഘകാല സ്നേഹിതരായവരെ പോരിന് നയിക്കേണ്ടി വന്നാൽ ഞാൻ എൻ്റെ പരിചയ്ക്ക് പിന്നിൽ നിന്ന് ഗാനം ചെയ്താൽ പോരിൻ്റെ ഓരോ ഘട്ടത്തിലും അവർ കൂടുതൽ വീര്യവരാകുന്നു. അക്ഷതരായി പോർമുഖത്തേക്ക്, അക്ഷതരായി പോർ സമാപ്തിയിൽ, അക്ഷതരായി വാസസ്ഥലത്തേക്ക്. 12 എനിക്കറിയാം, എൻ്റെ ശിരസിന് മീതെ പാദങ്ങൾ തൂങ്ങിയാടുന്ന നിലയിൽ ഏതെങ്കിലും വൃക്ഷശാഖയിൽ ഒരാൾ തൂങ്ങി മരിച്ച് നിൽക്കുന്നത് കണ്ടാൽ തടിയിൽ അക്ഷരം കുത്തി നിറഞ്ചാർത്തി മന്ത്രവിദ്യയിലൂടെ അവന് ജീവൻ നൽകി എന്നോട് സംസാരിപ്പിക്കുവാൻ എനിക്കാകും. 13 എനിക്കറിയാം, ഞാനൊരു ശിശുവിന് ജലം തളിക്കുവാൻ ശുശ്രൂഷ ചെയ്താൽ അവൻ ഒരിക്കലും പോരിൽ തോൽക്കുകയില്ല, പതറില്ല, വാൾപ്പയറ്റിൽ മൃതിപ്പെടുകയില്ല. 14 എനിക്കറിയാം, ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം എല്ലാ ദേവന്മാരുടെയും മുഴുവൻ വെളുത്ത അശരീരികളുടെ പേരുകൾ ഓരോന്നായി എനിക്ക് ഉച്ചരിക്കുവാനാകും. വിരലിൽ എണ്ണാവുന്ന വിഡ്ഢികൾക്കേ ഇത് കഴിയും. 15 എനിക്കറിയാം, കുള്ളൻ ത്യോദ്യാറിൽ ഗീതം ചെയ്തതാണ്. ധലിം കവാടത്തിന് മുന്നിൽ ഈ മന്ത്രം ദേവന്മാർക്ക് ശക്തിയും വെളുത്ത ശശരീരികൾക്ക് ശ്രേയസ്സും ഓടിന് ജ്ഞാനവും നൽകുന്നു. 16 എനിക്കറിയാം, ഒരു സ്ത്രീയോട് എനിക്ക് ആസക്തി ഉണ്ടായാൽ അവളുടെ മനസ്സ് പിടിച്ചടക്കി ആ സൗന്ദര്യ ധാമത്തിന്റെ ഹൃദയത്തിൽ ഇടം നേടുവാൻ എനിക്കാകും. 17 എനിക്കറിയാം, എന്റെ പരിത്യജിച്ച എന്റെ കൊടുങ്കൈപ്പ ഒരു യുവതി ജീവിതകാലം മുഴുവൻ പേറുന്നതിന്റെ മന്ത്രവിദ്യ. 18 എനിക്കറിയാം, ഒരു വിവാഹിതയോ പെൺകുട്ടിയോ അല്ലാത്ത ആരോടും ഞാനിത് പറയില്ല. അവൾ എൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ ഞാൻ അവളെ കൈകളിൽ ശയിക്കുകയോ ചെയ്യുമ്പോഴല്ലാതെ നിനക്ക് മാത്രം അറിയാവുന്നതാണ് എക്കാലത്തവും ഏറ്റവും ഊറ്റമായുള്ളത്. അതാണ് ഏറ്റവും ഒടുവിലത്തെ മന്ത്രവചനം. മനുഷ്യർ ജന്മം കൊള്ളുന്നതിന് മുൻപേയുള്ള ഓടിന്റെ വാക്കുകൾ ഇതായിരുന്നു. മരണാനന്തരം വീണ്ടും പിറക്കുമ്പോഴും ഇതായിരിക്കും അവന്റെ വാക്കുകൾ. ശ്രദ്ധിക്കൂ, പുല്ലുമുളയ്ക്കുന്നതിന്റെ ഒച്ച ആർക്ക് കേൾക്കുവാനാകും? ചെമ്മരിയാടിന്റെ ശരീരത്തിൽ കമ്പിളി രോമം മുളയ്ക്കുന്ന ശബ്ദം ഒരു പക്ഷിയേക്കാളും കുറച്ചു മാത്രം നിദ്ര മതിയാകുന്നത് ആർക്ക്? രാപ്പകൽ ഭേദമന്യേ 300 മൈലുകളോളം അകലെയുള്ള ചെറിയ അനക്കങ്ങൾ പോലും കാണുവാൻ കഴിയുന്നത് എത്ര സൂക്ഷ്മമായ കഴുകൻ കണ്ണുകൾക്കാണ്. ആ കണ്ണുള്ളത് ആർക്കാണ്? ഹെയിംഡാൾട്ടിന് മാത്രം. പക്ഷെ കടൽക്കരയിൽ കണ്ട ആ രൂപം ഹെയിംഡാളിൻ്റെതാണെന്ന് ആർക്ക് പറയുവാനാകും? മിമിറിന്റെ ഉറവയിൽ തന്റെ കാഹളം സൂക്ഷിതമായി ഹെയിംഡാൾട്ട് തന്റെ സ്വർണ്ണ സടയുള്ള കുതിര ഗുൽടോപ്പിനെ കുതിരയാലയത്തിന്റെ വാതിലിന് പിന്നിൽ നിർത്തിയിട്ടാണ് പോന്നിരിക്കുന്നത്. 3 പാളികളുള്ള കത്തുമഴവിൽ പാതയിലൂടെ അസ്ഗാർഡിൽ നിന്ന് മിഡ്ഗാർഡിലേക്ക് അയാൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. വസന്തത്തിലെ വിത്തുവിത കാലമായിരുന്നു അത്. ബൈഫ്രോസ്റ്റിൽ നിന്ന് കട്ടികുറഞ്ഞ ഹരിതാപ നിലത്തുകൂടി നടന്ന് ഹെയിംഡാൾട്ട് താമസിയാതെ ഭൂമിയുടെ വടക്കിലെത്തി. ചെന്നായ പിടിക്കാത്ത സൂര്യൻ പടിഞ്ഞാറോട്ട് ഓടിത്തുടങ്ങി. ദിനാരംഭം തൊട്ടേ ഭൂമി ആകാശത്തെ സ്പർശിക്കുന്ന ഇടറുന്ന നേർത്ത വഴിയിലൂടെ അയാൾ നടത്തം തുടർന്നു. സന്ധ്യയോടെ അയാൾ അങ്ങേയറ്റം ജീർണിച്ച വെട്ടിയെടുത്ത പുൽമൺകട്ടമേഞ്ഞ ഒരു കുടിലിനടുത്തെത്തി. സായാഹ്നം വളരെ പ്രശാന്തമായിരുന്നുവെങ്കിലും കഴുക രാക്ഷസനായ ഹ്രേസാവർഗ് ഒന്ന് ചിറകിക്കാനായാൽ നിലം പൊത്തുന്ന അവസ്ഥയിൽ ജീർണിച്ച് ഇളകിയാടുന്നതായിരുന്നു ആ കുടി. രൂപം കെട്ട അതിന്റെ വാതിൽ ഹെയിംഡാൾട്ട് മുട്ടുകയും അത് തുറക്കപ്പെടുകയും ചെയ്തു. നന്നേ കുനിഞ്ഞു. കുറച്ച് ചാക്കളുടെ അടക്കവും കടന്നു വേണമായിരുന്നു. അയാൾക്ക് ചുണ്ണാമ്പുതാവും സമൃദ്ധമായി കലർന്നിട്ടുള്ള തന്റെ തിളക്കമുള്ള തറനിലത്തിലേക്ക് കടക്കാൻ. പുകപടലം മൂടിയ അവിടുത്തെ ഇരുളുമായി പൊരുത്തപ്പെടുവാൻ അയാൾക്ക് അല്പസമയം വേണ്ടി വന്നു. കണ്ണുകളിൽ കുത്തിത്തുളയ്ക്കുന്ന വേദന അനുഭവപ്പെട്ടു. അയാൾ ഓക്കാനം വന്നു. പിന്നീട് പണികൾക്കായി ഉപയോഗിക്കുന്ന ഉയരമുള്ള ഒരു മേശയും ഒരു മൂലയിൽ കുറെ കൂടി ചാക്കുകളുടെ അടുക്കും പൊളിഞ്ഞു വീഴാറായ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്ന ഒരു കബോർഡും മുറിയുടെ മധ്യത്തിൽ കൂനിക്കൂടിയിരിക്കുന്ന പ്രപിതാമഹൻ ആയുവയുടെയും പ്രപിതാമഹി ഏടായുടെയും ഇരുവശത്തായി മുഖാമുഖമിരുന്ന രൂപങ്ങളും ഗ്രഹിക്കുവാനായി. എനിക്ക് കടന്നു വരാമോ? ഹെയിംഡാൾ ചോദിച്ചു. നിങ്ങളുടെ പേരെന്താ? ആയി ചോദിച്ചു. റിക്. ഹെയിംഡാൾട്ട് മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് സ്വാഗതം, ഏഡ പറഞ്ഞു.
ഹെയിംഡാൾ കടന്നു ചെന്ന് അവർക്കൊപ്പം ചേർന്ന് ഭക്ഷണം കൊണ്ട് ആളുകളെ വശത്താക്കുവാൻ ബഹുകേമനായിരുന്ന അയാൾ ഞൊടിയിടയ്ക്കുള്ളിൽ അടുപ്പിനടുത്ത് മികച്ച സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഇടയ്ക്കിടെ അടുപ്പത്ത് വെച്ചിരുന്ന കലത്തിനേക്കാൾ പ്രതീക്ഷയോടെ നോട്ടമയച്ചു. കുറച്ചു കഴിഞ്ഞ് ഏട എഴുന്നേറ്റു. ദുർഗന്ധം വമിക്കുന്ന കുടിലിന്റെ ഒരു മൂലയിലേക്ക് ചെന്ന് തപ്പിപ്പരതി ഒരു അപ്പക്കഷ്ണം എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അത് വേണ്ടവിധം മാവ് അരിപ്പിച്ച് ഉണ്ടാക്കിയതല്ലായിരുന്നു. നന്നായി പൊടിപ്പിക്കാത്തതുകൊണ്ട് ഉമ്മിയും പറ്റിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ കട്ടി കുറഞ്ഞ സൂപ്പിന്റെ പാത്രം അടപ്പ് തുറന്ന് മേശപ്പുറത്ത് വെച്ചു. ഒരു പരിക്കൻ ബെഞ്ചിൽ അവർ 3 പേരും ഇരുന്ന് അവിടെ ഉണ്ടായിരുന്നത് കഴിച്ചു. അവരിൽ ഒരാൾക്ക് ആ ഭക്ഷണം തീരെ തൃപ്തിയായില്ല. ഭക്ഷണത്തിന് ശേഷം 3 പേരും കിടന്നിറങ്ങുവാൻ തയ്യാറെടുത്തു. വീണ്ടും ഹെയിംഡാൾ അയാൾക്ക് നല്ല വശമുണ്ടായിരുന്ന വശ്യമധുര വാക്കുകൾ അവരോട് സംസാരിക്കുകയും കിടക്കുകയിൽ 2 പേരുടെയും ഇടയിലായുള്ള ഉത്തമ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. 3 രാത്രികൾ ഹെയിംഡാൾ അവരോടൊപ്പം അങ്ങനെ കഴിയും. എന്നിട്ട് അവർ കാണിച്ച ആതിഥ്യ മതിരാതിക്കും പരിചരണത്തിന് നന്ദി പറഞ്ഞ് അവിടുന്ന് യാത്രയായി. ദിവസേന അതിരാവിലെ ഉണരുന്ന ഹെയിംഡാൾ കുതിരയെയും മിന്നൽ വേഗക്കാരനായ ആൽസ്പിഡ് കുതിരയെയും സൂര്യന്റെ രഥം ആകാശത്തോടുകൂടി വലിച്ചു കൊണ്ടുപോയി. പ്രപഞ്ചത്തിൽ ശാന്തമായി അവന്റെ കൃത്യം നിർവഹിച്ചു. അവന്റെ കുതിരയായ സ്കിൻഫാക്സിയുടെ സട ഭൂമിയിലും സ്വർഗത്തിലും വെളിച്ചം വിതറി. രാത്രി അവരുടെ കുതിരയായ ഹ്രിംഫാക്സിയുടെ കുതിരപ്പുറത്ത് സവാരി ചെയ്തു. അങ്ങനെ പോകുമ്പോൾ അതിന്റെ കടിവാളത്ത് നിന്ന് മുതിർന്ന് നുരവീണ പ്രഭാതത്തിൽ ഭൂതലം മഞ്ഞണിഞ്ഞു. വേനലിന്റെ കാഠിന്യം കുറഞ്ഞു. പകലുകൾക്ക് ദൈർഘ്യം കൂടി. മഞ്ഞും തണുപ്പും വീശിയെടുക്കുന്ന കാറ്റുമായി ശൈത്യം അതിന്റെ കൈക്കൂത്തിലേക്ക് എത്തി. 9 മാസങ്ങൾ അതിവേഗം പിന്നിട്ടു. ഏട ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു. അവന്റെ മാതാവ് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും ജലസ്നാന കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അണ്ടക്കാക്കയെ പോലെ കടും കറുപ്പായ തലമുടിയായിരുന്നു അവൻ്റേത്. ആയും ഏടായും അവനെ ത്രാൾ എന്ന് പേര് വിളിച്ചു. വിചാരിക്കുന്നത്ര സൗന്ദര്യവകയില്ലായിരുന്നുവെങ്കിലും സവിശേഷതയുള്ള നമ്മെ ഹഠാതാശ്രയിക്കുന്ന ഒരുവനായിരുന്നു ത്രാൾ. അവന്റെ ചർമ്മം ചുക്കിച്ചുളിഞ്ഞതായിരുന്നു. അവന്റെ കൈകളാകെ പൊട്ടിക്കീറിയിരുന്നു. വിരലുകൾ കുറ്റക്കണക്കും വിരൽ മടക്കുകൾ കെട്ടുപിണഞ്ഞു വരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവന്റെ മുഖം അവലക്ഷണമായിരുന്നു. പിൻഭാഗം വക്രിച്ചും കാൽപാദങ്ങൾ അവന്റെ രൂപത്തിന് പൊരുത്തപ്പെടാത്തത്ര വലുതുമായിരുന്നു. എന്നിരുന്നാലും ത്രാൾ കരുത്തനായിരുന്നു. വർഷങ്ങൾ കടന്നു പോകവേ അവന്റെ കരുത്ത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ദിവസം മുഴുവൻ കാട്ടിൽ വിറക് ശേഖരിക്കുവാനായി വിശ്രമമില്ലാതെ പണിയെടുത്തു. കെട്ടുകളായി വിറക് ശേഖരിച്ച് അവൻ തീയൊരുക്കുവാനായി വീട്ടിലെത്തിച്ചു. ത്രാൾ യുവാവായിരിക്കെ ഒരു നാൾ അവനോട് എല്ലാ രീതിയിലും തുല്യത പുലർത്തുന്ന ഒരു പെൺകുട്ടി അവന്റെ കുടിലിൽ വന്നു. അവളുടെ കാലുകൾ വളഞ്ഞിരുന്നു. കാലിന്റെ അടിഭാഗം വിണ്ടുകീറി നിറം മറയിരുന്നു. സൂര്യതാപമേറ്റ് കൈയിലെ ചർമ്മം പൊളിഞ്ഞു കീറിയിരുന്നു. ഗുസ്തിക്കാരുടേതുമാരി ഇടികൊണ്ട് ചുളുമ്പിയ മൂക്കായിരുന്നു അവളുടേത്. അവളുടെ പേര് തിർദ ഡ്രെഡ്ജ് എന്നായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു. അടുത്ത നിമിഷം രണ്ടാളും തീക്കരിയിൽ ഇരിപ്പായി. അവന്റെ കണ്ണുകൾ അവളിലും അവളുടെ കണ്ണുകൾ അവനിലും കുഴിച്ചിട്ട് തെല്ല് കഴിഞ്ഞ് അവർ ഒരു തലതാങ്ങും രോമപ്പുതപ്പും തയ്യാറാക്കി കിടക്ക വിരിച്ച് വൈകുന്നേരം മുഴുവൻ അവിടെ ഇരുന്ന് കുശുകുശുത്തു. തിറിന്റെയും ത്രാളിന്റെയും സഹവാസം ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചില്ല. ഒത്തിരി സംപ്രീത സന്താനങ്ങൾക്ക് അവർ ജന്മമേകി. അവരുടെ പുത്രന്മാർ ക്ലൂർ, ഹ്രെയിം, ക്രെയ്ഗി, കോവ്സിർ, ഫുൾനിർ, ധ്രുംലെ, ദൃഗാഡി, വൃക്ഷത്തിന്റെ തായ്തടികൾ പോലെ കനമുള്ള ദോത്ത്, കൂനലത്തും ചാരനിറമുള്ള ഹോസ്ഫർ. ഈ 10 ആൺമക്കളും ചേർന്ന് കുടിലിന്റെ ഘടന താങ്ങുകൊടുത്ത് ബലപ്പെടുത്തി നെയ്ത്തുകൾ അഴിച്ചു പണിതു. കുടിലിന് ചുറ്റാകിയുള്ള സ്ഥലത്താകെ അവർ ധാരാളം ചാണകം ചുമന്നുകൊണ്ടിട്ടു. ആടുകളെ മേയ്ക്കുകയും പന്നികളെ നോക്കുകയും ചെയ്യുന്ന ജോലിയിൽ അവർ വ്യാപൃതരായി. വിറകായി ഉപയോഗിക്കുവാൻ ചതുപ്പ് വെട്ടിയെടുത്ത പുൺമറ്റ് അവർ ശേഖരിച്ചു. ത്രാളിനും തിറിനും പുത്രിമാരുണ്ടായിരുന്നു. ഡ്രുംബെ, കുംബെ, കനത്തടിയുള്ള ഒക്കാവിൻ കാൽഫ, ആർനേഫിയ, ബഹളക്കാരി ഈസിയ, ചേടി ആംപെ, ഓക്കകൂറ്റി പോലെ ഇരിക്കുന്ന ഈക്കൻ യാസ്ന, കീറത്തുണിയെടുത്ത് നടക്കുന്ന ത്രോണും ബൈന, എലുമ്പി ത്രോണും ബൈന നീണ്ട കാലുകളും കൊക്കുമാതിരി മെലിഞ്ഞവളുമാണ്. ഇവരാണ് ആയുടെയും ഏടയുടെയും സന്താനങ്ങൾ. ഇവരിൽ നിന്നുമാണ് ത്രാൾ വംശം ഉടലെടുക്കുന്നത്. ഹെയിംഡാൾ തന്റെ യാത്ര തുടർന്നു. അടുത്ത കൃഷിപ്പാർത്ത സ്ഥലത്തേക്ക് ഏറ്റവും എളുപ്പമെത്താവുന്ന വഴിക്ക് സഞ്ചരിച്ച് സന്ധ്യയോടെ അവിടെയുള്ള ഒരു താമസ സ്ഥലത്തിന്റെ വാതിൽ മുട്ടി അകത്ത് കടന്ന മുറിയുടെ ഭാഗത്ത്, അതായത് മധ്യഭാഗത്ത് ആടിയുലർന്ന തീക്കരികിൽ ആഫി എന്ന അപ്പൂപ്പനെയും അമ്മ എന്ന അമ്മൂമ്മയും ഇരിപ്പുണ്ടായിരുന്നു. തുടരും.